ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ആ ഒരു സ്നേഹമൊക്കെ മനസ്സിലായി. ബാലചന്ദ്രൻ പറഞ്ഞു, നീ കൊടുത്ത സ്നേഹത്തിൻ്റെ ഫലമാണ് ഇപ്പം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, ഇനിയും നിനക്ക് പലതും കിട്ടാനുണ്ട്. അതൊക്കെ പതിയെ പതിയെ നിനക്കുള്ളത് നിനക്ക് തന്നെ കിട്ടും. നിനക്കുള്ള സ്നേഹം വേറെ ആർക്ക് കിട്ടാനാണ്? നിനക്കുള്ള സ്നേഹം നിനക്ക് തന്നെ കിട്ടും. നീ കൊടുക്കുന്നത് നിനക്ക് കിട്ടിയിരിക്കും അലീന എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അലീന ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നേരെ പരപര വെളുത്തു. എല്ലാ പ്രാവശ്യവും നേരെ പരപര വെളുക്കുന്ന പോലെ തന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ നേരമൊക്കെ വെളുത്തപ്പോൾ അലീനയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുറവുണ്ട്. പനിയും ആ ഒരു എന്താ പറയുക, ഒരു ചൂടൊക്കെ കുറവുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ അലീന സുഖം പ്രാപിച്ചു. അപ്പം അലീന കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അലീന കുളി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രോഹിത്തിനെ കോളേജിൽ അയക്കണമല്ലോ. അപ്പോൾ രോഹിത്തിനെ കോളേജിൽ അയക്കാനുള്ള കുറച്ച് തിരക്കിലും പരിപാടിയിലുമാണ് ബാലചന്ദ്രൻ. അപ്പോൾ ബാലചന്ദ്രൻ എങ്ങനെയെങ്കിലും കോളേജിൽ പഠിപ്പിക്കണം നമ്മുടെ രോഹിത്തിനെ. പക്ഷേ ഈ പറയുന്ന ബബിതയോ കൃഷ്ണമോളെയോ ഒക്കെ കോളേജിലേക്കോ സ്കൂളിലേക്കോ പറഞ്ഞയച്ചതുപോലെ ഒന്നും ഒരിക്കലും പറഞ്ഞയക്കാൻ പറ്റത്തില്ല രോഹിത്തിനെ. അവിടെ ചെന്ന് അവരുടെ അനുവാദമൊക്കെ ചോദിക്കണം. അനുവാദമൊക്കെ ചോദിച്ചിട്ട്, കാരണം റേപ്പ് കേസിലെ പ്രതിയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ജാമ്യമൊക്കെ കിട്ടിയെങ്കിലും ഇപ്പോഴും പ്രതി തന്നെയാണ്. ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പഠിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ഉള്ളവരുടെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ അവരുടെയൊക്കെ അധികാരവും അവകാശവും ഒന്നും ഇല്ലാതെയൊന്നും അങ്ങോട്ടേക്ക് കയറാൻ രോഹിത്തിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് രോഹിത് എന്ത് ചെയ്യുന്നു, ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നു, ബാലചന്ദ്രൻ പുതിയൊരു തീരുമാനം എടുക്കുകയാണ്. ഏതായാലും ഇങ്ങനെ നമ്മുടെ രോഹിത്തിനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. അപ്പോൾ അലീനയൊക്കെ ആയിട്ട് തീരുമാനിച്ചു. അപ്പോൾ അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, അച്ഛനെ പോയി ചോദിക്കുക, കോളേജിൽ പോയി ചോദിച്ചിട്ട് നോക്കിയിട്ട് വാ. അവനും എക്സാമൊക്കെ ആകാറായില്ലേ, വെറുതെ എന്തിനാ ഒരു കൊല്ലം വേസ്റ്റാക്കി കളയുന്നത്. അവനേതായാലും ഇനിയിപ്പം ജാമ്യമൊക്കെ കിട്ടി, ഇനിയിപ്പം പ്രതിയല്ല എന്ന് തന്നെയല്ലേ തെളിയത്തുള്ളൂ. അപ്പോൾ പിന്നെ വേറൊന്നും പേടിക്കാനൊന്നുമില്ല, തുടർന്ന് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ അച്ഛനൊന്ന് പോയി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ നിർദ്ദേശപ്രകാരം തന്നെ അപ്പം ആദ്യം രോഹിത്തിനെയും കൊണ്ട് പോകാമെന്നൊക്കെ ഓർത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ അലീന തന്നെ പറഞ്ഞു, വേണ്ട, രോഹിത്തിനെയും കൊണ്ട് പോകണ്ട, അവനെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു കാര്യം ചെയ്യുക, അച്ഛൻ തന്നെ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പോയി ചോദിക്കാൻ മോളെ എന്ന് പറഞ്ഞാണ് നമ്മുടെ ബാലചന്ദ്രൻ നേരെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മുടെ ബബിതയ്ക്കൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബബിതയുടെ അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം, ഇപ്പോൾ ചെയ്യേണ്ട എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പെങ്ങന്മാരുടെ ജീവിതം കളയേണ്ട കാര്യമില്ല, ഭാവി തുലയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് സംസാരിച്ച അങ്ങനെയാണ് ആ കോളേജിൽ സംസാരിച്ചതെങ്കിൽ നമ്മുടെ രോഹിത് പഠിക്കുന്ന കോളേജിൽ ചെന്നപ്പോൾ അവരുടെ സ്കൂളിൻ്റെ അഭിമാനമൊന്നുമല്ല നോക്കുന്നത്. അവർ പറയുന്നത്, ഇനി ഇവിടെ നമ്മുടെ രോഹിത്തിനെ പഠിപ്പിക്കണമെങ്കിൽ അവരെ രോഹിത്തിനെ ആ കോളേജിൽ ആ ഒരു സീറ്റിൽ ഇരുത്തണമെങ്കിൽ, ഈ വർഷം ഇരുത്തി എക്സാം എഴുതിക്കണമെങ്കിൽ അവരൊരു നിശ്ചിത തുക നിശ്ചയിക്കും. ആ തുക കൊടുക്കണം. ആ തുക കൊടുത്താൽ മാത്രമേ രോഹിത്തിനെ അവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ആ സ്കൂളിൻ്റെ അഭിമാനമൊന്നും അല്ല ബാധിക്കുന്നത്, അവർക്ക് പൈസ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആദ്യമൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ഈ വക കാര്യങ്ങൾക്കൊക്കെ എതിർപ്പാണല്ലോ. കാരണം പൈസ കൊടുത്ത് ഒരു സീറ്റ് നമ്മുടെ രോഹിത്തിന് അവിടെ ഉള്ളതാണ്. അതിപ്പോൾ ജയിൽ പുള്ളിയാണെങ്കിൽ കൂടി എക്സാം എഴുതുവാനുള്ള അവകാശം അത് വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നല്ല രീതിയിൽ തന്നെ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഇത് മാനേജ്മെൻറ്റ് സ്കൂളാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ വല്ല സർക്കാർ സ്കൂളിലും, മാനേജ്മെൻറ്റ് സ്കൂളല്ല, അത് പ്രൈവറ്റ് സ്കൂളാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ വല്ല മാനേജ്മെൻറ്റ് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ വിട്ട് പിള്ളേരെ പഠിപ്പിക്കണമായിരുന്നു. അപ്പം ജയിലിൽ പോയവർക്കാണെങ്കിലും എവിടെ പോയവർക്കാണെങ്കിലും എക്സാം എഴുതാനായിട്ട് സാധിച്ചേനെ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ സ്കൂളിന് ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പൈസ തന്നു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത തുക പിഴയായിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതിക്കാമെന്നൊക്കെ തന്നെ പറയുന്നു. സാധാരണ ഒരു സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും പറയേണ്ടത് തൻ്റെ സ്കൂളിൻ്റെ അഭിമാനത്തെ അത് ചൂഷണം ചെയ്യും, ബാധിക്കും, അവരുടെ സ്കൂളിൻ്റെ വില പോകും, ഇടിയും എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇതിവിടെ ഇവർക്ക് പൈസയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നേരെ ബാലചന്ദ്രൻ
പോവുകയാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ നമ്മുടെ ബാലചന്ദ്രൻ എത്തിയ ഉടനെ തന്നെ അലീന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അലീന ചോദിച്ചു, എന്തായി അച്ഛാ രോഹിത്തിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ ഇതിപ്പം അവരുടെ സ്കൂളിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ടൊന്നും അല്ല മോളെ അവർ പറയുന്നത്. അവരുടെ സ്കൂളിൻ്റെ അഭിമാന പ്രശ്നമോ അല്ലെങ്കിൽ അതൊന്നും അല്ല പറയുന്നത്. അവർക്ക് പൈസ കൊടുത്താൽ ഇപ്പം രോഹിത്തിനെ അവിടെ അവരിരുത്തും. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പൈസയ്ക്ക് വേണ്ടിയാണ് അവർ ഇപ്പം മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതല്ല അച്ഛാ, പൈസ കൊടുക്കണേ പൈസ കൊടുക്കത്തില്ല, പൈസ കൊടുത്ത് സീറ്റ് കിട്ടത്തില്ല, തിരിച്ചെടുക്കത്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെയല്ലല്ലോ മോളെ, ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണല്ലോ പഠിക്കണമെന്നും എക്സാം എഴുതുന്ന കാര്യമൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ അവകാശവും അധികാരവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെയൊന്നും പൈസ കൊടുത്ത് നേടിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാധാരണ അഭിമാനമൊക്കെ ഓർത്തിട്ട് പിള്ളേരെ ഇങ്ങനെ പറഞ്ഞ് മാറ്റിയൊക്കെ നിർത്തും. ഇതിപ്പോൾ അവർക്ക് അതൊന്നും അല്ല പ്രാധാന്യം. അവർക്ക് പൈസയാണെങ്കിൽ അവരുടെ പൈസയുടെ ആർത്തി ഞാൻ തീർത്ത് കൊടുക്കാമെന്ന് പറയുമ്പം അതൊക്കെ ശരിയാണ് അച്ഛൻ പറയുന്നത്, ന്യായമില്ല. അവർ പറയുന്നതിൽ ഒരിക്കലും ന്യായമില്ല. അഭിമാനം എന്ന് പറഞ്ഞാൽ പിന്നെയെങ്കിലും നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു, പക്ഷെ അതിന് ന്യായമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിലോ നമ്മുടെ വൈജയാണെങ്കിൽ ഇതിലൊക്കെ പരന്ന് പാറി നടക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈജയ്ക്കാണോ ഒരു ഇരിക്കപ്പുറത്തില്ല. ഇവിടെ എല്ലാവരും അലീനേനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും വൈജയ്ക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവുമോ? കുറച്ച് നേരം ബബിതയുടെ മെക്കിട്ട് കയറും, കുറച്ച് നേരം കൃഷ്ണമോളുടെ മെക്കിട്ട് കയറും, കുറച്ച് നേരം നമ്മുടെ രോഹിത്തിൻ്റെ മെക്കിട്ട് കയറും, അങ്ങനെ പല ആൾക്കാരുടെയും മെക്കിട്ട് കയറും. ലാസ്റ്റ് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഇത്രയും ദിവസം അടങ്ങി ഒതുങ്ങി നമ്മുടെ ബാലചന്ദ്രൻ മറുത്തൊരക്ഷരം മിണ്ടാതെ ഇരുന്നത് വെറും നമ്മുടെ ബാലചന്ദ്രൻ പോങ്ങനായിട്ടൊന്നും അല്ല, ബാലചന്ദ്രൻ മൈൻഡ് ചെയ്യണ്ടല്ലോ എന്നും പറഞ്ഞു തന്നെയാണ്. അപ്പം ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രനും വൈജയും തമ്മിൽ കൊമ്പ് കോർക്കാൻ പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ എന്തോ ഒരു ചെറിയൊരു എന്താ പറയുക, വൈജയ്ക്ക് വായി തോന്നുന്നത് ഗോതയ്ക്ക് പാട്ട എന്ന് പറയുന്ന പോലെയാണല്ലോ വൈജ. അപ്പം വൈജ എന്തോ പറഞ്ഞു, ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല. ബാലചന്ദ്രൻ പറഞ്ഞു, വേണ്ട അതിവിടെ നടക്കത്തില്ല, ആ പരിപാടി ഇവിടെ നടക്കത്തില്ല, പിന്നെ ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ വാങ്ങൽ ഓർഡർ ചെയ്യൽ അതൊന്നും ഇവിടെ പറ്റത്തില്ല, അതൊന്നും ഇവിടെ നടക്കത്തില്ല ഒരിക്കലും. നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ വേറെ എന്തെങ്കിലും ചെയ്തോന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളുടെ ഓശാരത്തിനല്ല ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നത്, എനിക്ക് നിങ്ങളുടെയൊക്കെ എച്ചിൽ വിറക്കി തിന്ന് വയറ് നിറയ്ക്കേണ്ട ഒരാവശ്യമില്ല. വൈജ 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് വൈജയ്ക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു, നിനക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലെന്ന് എനിക്കറിയാം, നിനക്ക് 3-4 കാര്യങ്ങൾ കൂടിപ്പോയി, കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞും പോയി. ക്ഷമ, ആ സംഭവമൊന്നും നിനക്കില്ല. ക്ഷമ, അതുപോലെ തന്നെ മനുഷ്യത്വം, മനുഷ്യപ്പറ്റ്, വ്യക്തിത്വം, ഇതൊന്നും നിനക്കില്ലാത്ത കാര്യങ്ങൾ. ഉള്ള കാര്യങ്ങളാണ് എക്സ്ട്രീം ലെവലും അങ്ങ് കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നീ ഇങ്ങനെയായി പോയത്. കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഇങ്ങനെ ആവത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ വൈജയോട് പറയുമ്പോഴത്തേക്കും വൈജ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വൈജ തുള്ളിച്ചാടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. റൂമിലേക്ക് പോയി. അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പം നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ തന്നെ ഗ്രേസിയും മാമച്ചനും കൂടെ അലീനയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട് കാണാൻ വരികയാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ടാട്ടോ അവരവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ധൃതി, എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി, ഇതെന്തോ ഇതുവരെ ഇറങ്ങാത്തത്, ഇതെന്തൊരു ഒരുക്കുക, കല്യാണത്തിനൊന്നും പോകുമല്ലോ, അല്ലെങ്കിലും ഗ്രേസി ആൻറ്റിക്ക് ഉള്ളത് എവിടെയെങ്കിലും പോയാൽ ഈ അണിഞ്ഞൊരുക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചനും രേവതിയുടെ കൂടെ തന്നെ കൂടിയിട്ട് പറഞ്ഞ, അത് ശരിയാ രേവതി, നീ പറഞ്ഞ ആ കാര്യം മാത്രം ഞാൻ ശരി വെച്ച് തരികയാണ്. കാരണം അവൾക്ക് എവിടെ പോയാലും അതെ, അയ്യോ ഞാൻ ഒരുങ്ങി ഇറങ്ങി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാലും അവൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവൾ എവിടെ പോവും, അവൾ വല്ല കല്യാണത്തിന് വല്ലതും പോവാണോ? അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ഗ്രേസി വരുന്നുണ്ട്. ഓ 2 പേരും അങ്ങോട്ട് തുടങ്ങിക്കോ, നിങ്ങൾ 2 പേരും ഇന്ന് നേരത്തെ ഒരുങ്ങി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിച്ചിരി ഒരുങ്ങാനൊക്കെ ഉണ്ടേ, ഞാൻ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോഴല്ലേ എനിക്ക് ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ കുറച്ച് താമസിച്ചാൽ അങ്ങനെ ഇരിക്കുന്നു പറയുമ്പോഴത്തേക്കും സമയം എത്രയായി എന്നറിയാമോ ഗ്രേസി ആൻറ്റി? ഇനി അവിടെ ചെല്ലുമ്പോൾ എത്ര മണിയാവും? അടങ്ങടി പെണ്ണേ അടങ്ങടി, എനിക്കറിയാം നീ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളി ചാടിയിരിക്കുന്നതേ അലീന ചേച്ചിനെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ നിൻ്റെ. അങ്ങോട്ടേക്ക് ചെന്ന് അലീന ചേച്ചിനെ കാണാം, നീ അടങ്ങ്. പെണ്ണിനിത് എന്തൊരു തെറുതി, അലീന ചേച്ചി. എടി നിനക്ക് ഞങ്ങൾ സ്നേഹമല്ലേടി തരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ എനിക്ക് സ്നേഹമൊക്കെ ആയിരിക്കും തരുന്നത്, പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഇത്ര ഉള്ളപ്പോഴത്തേക്കും എന്നെ എടുത്തുകൊണ്ട് നടന്ന ആരാന്നറിയാമോ? അലീന ചേച്ചി. എന്നെ ഊട്ടിയതും വളർത്തിയതും ഉറക്കിയതും പഠിപ്പിച്ചതും ഒക്കെ അലീന ചേച്ചിയാണ്. അലീന ചേച്ചിയോടുള്ള സ്നേഹമൊന്നുമേ എനിക്ക് കുറയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങളെ ഇപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്, അപ്പം പിന്നെ നിങ്ങളെ ആ രീതിയിലല്ലേ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഓഹോ നീ സ്നേഹത്തിന് കണക്ക് പറയുകയാണോ, അപ്പം നീ സ്നേഹം തൂക്കിയാണ് ഇവിടെ കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗ്രേസി ചോദിക്കാനുണ്ട്. അപ്പോഴത്തേക്കും നേരെ പോയി ഇങ്ങോട്ടൊന്ന് ഇറങ്ങുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേസിനെ വലിച്ചിറക്കി എങ്ങനെയൊക്കെയോ മാമച്ചനെയൊക്കെ വലിച്ചിറക്കുകയാണ്. എത്രയും പെട്ടെന്ന് അലീനയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലണം. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബബിതയും
കൃഷ്ണമോളും അതുപോലെ അലീനയും ഒക്കെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അലീന കുളിച്ചൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും പനിയൊക്കെ കുറഞ്ഞോ, തല നനയ്ക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, 2-3 ദിവസം കൂടെ കഴിഞ്ഞ് തല നനച്ചാൽ പോരായിരുന്നോ എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, അതിന് പറഞ്ഞാൽ കേൾക്കണ്ടേ, പറഞ്ഞാൽ കേൾക്കും, ഒരക്ഷരം നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. ഇപ്പം കുലീന ചേച്ചി പറയുന്നതാണെങ്കിൽ നമ്മളെല്ലാം കേട്ടേനെ. അത് കേട്ടില്ലെങ്കിൽ കേൾപ്പിച്ചേനെ. നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അതാടി കൃഷ്ണമോളെ നിന്റെ കുലീന ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ബബിത നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാടി നീ മസിൽ പിടിച്ചിരിക്കുന്നത്? നിനക്ക് ഇപ്പം എന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പം മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കവളത്തൊരു എപ്പോഴും നമ്മുടെ അരിയെ നുള്ളുന്നത് പോലെ കവളത്തൊരു നുള്ളി ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും, അതെ ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്കിങ്ങനെ ഉമ്മ തരരുതെന്ന്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഉമ്മ തരും. നീ ഒരു കാര്യം ചെയ്യും, നീ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കേസ് കൊടുക്കും. പനിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഉഷാറായല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം അടുക്കളയിലൊക്കെ കയറി തന്നെ പണിയൊക്കെ ചെയ്തോ. ഇനിയിപ്പം ഞാൻ എൻ്റെ ആവശ്യമില്ലല്ലോ, ഇനിയിപ്പം എല്ലാം വെച്ചുണ്ടാക്കി തരുമല്ലോ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു ഇനിയിപ്പം വെച്ചുണ്ടാക്കാൻ പോകുന്നതേ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളും കൂടെ ചേർന്ന് തന്നെയാണ്. അച്ഛൻ എന്ത് സന്തോഷമായി എന്നറിയാമോ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നതും ഒക്കെ ഇതുപോലെ തന്നെ ഇനി എന്നും അങ്ങോട്ട് തുടരണം. ഇനി അലീന കിച്ചണിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കിച്ചണിൽ കയറാതെ ഒന്നും ഇരിക്കരുത്. എല്ലാ ഭക്ഷണവും എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാക്കാൻ കൂടണം എന്ന് പറഞ്ഞപ്പോൾ, ഓഹോ പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ കൂടാം എന്ന് ബബിത. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, എന്തിനാ ബബിത ചേച്ചി ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? ഇപ്പം ബബിത ചേച്ചിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അലീന ചേച്ചി എന്ന് എനിക്കും അറിയാം, അതുപോലെ കാണുന്നവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി അങ്ങ് പെരുമാറിയാൽ പോലെ, അല്ലാതെ ഇതിപ്പം മനസ്സ് വേറൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, ഞാനിങ്ങനെയാണ്, സഹിക്കാൻ പറ്റുന്നവരൊക്കെ സഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് കയറി പോയി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ അലീന നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, വെറുതെയാ അവൾക്ക് ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പം എൻ്റെ അടുത്ത് പൂച്ചക്കുട്ടി നിൽക്കുന്ന പോലെ അവൾ നിൽക്കുന്നത്. പക്ഷേ അവളുടെ അമ്മയുടെ മോളല്ലേ, അപ്പോൾ അതുകൊണ്ട് അഭിമാനം വേണ്ടേ, അഭിമാനം കാത്തു സൂക്ഷിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അവൾ എന്നോട് ഒത്തിരി ഒന്നും സംസാരിക്കാൻ വരാത്തത്, അല്ലാതെ വേറൊന്നും അല്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളും പറയുന്നുണ്ട്, അതെ എനിക്കറിയാം. എന്തൊക്കെയാണെന്നറിയാമോ ഇവിടെ കാട്ടിക്കൂട്ടുന്ന അലീന ചേച്ചീനെ പോലെ തന്നെ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എല്ലാവരുടെയും റോൾ മോഡലായിട്ട് വരികയാണോ അലീന ചേച്ചി എന്ന് പറയുമ്പം, ആരും എന്നെ കണ്ട് പഠിക്കണ്ട, പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വളരണം എന്നാണ് എൻ്റെ മോളെ എൻ്റെ ആഗ്രഹം. എൻ്റെ അനിയത്തി കുട്ടിമാരല്ലേ, അതുപോലെ എൻ്റെ ആങ്ങളെയല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വളരണം, എല്ലാം അറിയണം, എല്ലാം അറിഞ്ഞ് തന്നെ വേണം വളരാനായിട്ട്. മാത്രമല്ല അച്ഛൻ ഇപ്പം എന്ത് സന്തോഷം ഉണ്ടെന്ന് അറിയാമോ ഇതൊക്കെ കണ്ടിട്ട്. അത് അച്ഛൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അലീന ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും എത്തുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ രേവതിയും അതുപോലെ നമ്മുടെ ഗ്രേസിയും മാമച്ചനും ഒക്കെ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ നിന്നും ഒത്തിരി വ്യത്യാസമുള്ളൂ ഈ പ്രാവശ്യം വരുമ്പോൾ. ബബിതയും കൃഷ്ണയും രോഹിത്തും ഒക്കെ ഇവരോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതി കുട്ടിയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ രോഹിത്തിന് വരുന്നുണ്ട് കേട്ടോ. അതിപ്പം ഇപ്പോഴൊന്നും അല്ല, അത് നമുക്ക് വരുന്ന ആ ഒരു ഉടനീളം കഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞോ, ചിലപ്പം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.